നമസ്തേ. സമകാലീന മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഇടം അടയാളപ്പെടുത്തിയ എഴുത്തുകാരിയാണ് ആർ രാജശ്രീ. ഫേസ്ബുക്ക് എന്ന നവമാധ്യമത്തിൽ രചിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അസാധാരണ നോവലാണ് ആർ രാജശ്രീയുടെ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന കൃതി. മലയാള നോവലിലെ സ്ത്രീപക്ഷ ഭാവനയെ ലാവണ്യവൽക്കരിക്കുന്നതും രാഷ്ട്രീയവൽക്കരിക്കുന്നതുമായ ഈ നോവലിനെ സമീപകാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റൊരു നോവലിനുമുണ്ടാകാത്ത സ്വീകാര്യത ലഭിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. താഴെ വെക്കാൻ തോന്നിപ്പിക്കാത്ത വിധം മുഴുവൻ ഒറ്റയിരുപ്പിൽ വായിപ്പിക്കുന്ന ജനപ്രിയ നോവൽ എന്ന വിഭാഗത്തിലാണ് ഞാനിതിന് സ്ഥാനം നൽകിയിട്ടുള്ളത്. 50-60 വർഷങ്ങൾക്ക് മുമ്പുള്ള കണ്ണൂർ ജില്ലയിലെ കുഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരായ കല്യാണിയുടെയും ദാക്ഷായണിയുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ പെണ്ണിൻ്റെയും ദേശത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സന്നിഗ്ധതകളെ അവതരിപ്പിക്കുന്ന ഒരു നോവലാണിത്. ഈ നോവലിൻ്റെ ശീർഷകത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പൗരാണികതയും ഗ്രാമീണതയും സൂചിപ്പിക്കുന്ന ഈ ശീർഷകം ദേശകാലങ്ങളെ സംബന്ധിച്ച അതിൻ്റെ അവസ്ഥയെയും ആഴത്തിൽ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ദേശങ്ങൾ, ദേശസംസ്കൃതികൾ, ചരിത്രങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്ന പെണ്ണിൻ്റെ ചരിത്രമാണിത്. കല്യാണിക്കും ദാക്ഷായണിക്കും പുറമെ നാരായണൻ, ചേയിക്കുട്ടി, ലക്ഷ്മണൻ, ആണിക്കാരൻ, ചിത്രസേനൻ, രാമചന്ദ്രൻ, ബാലൻ, അബൂബക്കർ, പശുക്കൾ, ദേവതാസങ്കല്പങ്ങൾ, മരിച്ചുപോയവർ, ദേശം ഇവയൊക്കെ മുറ്റമടിക്കുന്ന ചൂല് വരയ്ക്കുന്ന ഭൂപട സമാനമായ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്ന് അടർന്നു പോകുന്നവരും പുതഞ്ഞു പോകുന്ന മണ്ണിൽ സ്വയം അടയാളങ്ങളായി ചെറുത്തു നിൽക്കുന്നവരുമാണ് കല്യാണിയും ദാക്ഷായണിയും. പുരുവന്മാരെ ഉപേക്ഷിച്ച് സ്വന്തം ഇടങ്ങളിൽ പൊരുതി ജീവിച്ച ഇവർ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളെ വിഷനാവ് തീണ്ടുന്ന ഉത്തരങ്ങളുമായി നിലംപരിശാക്കുന്നു. ഒരിക്കലും ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്താത്ത നാടൻ പെണ്ണുങ്ങളുടെ കരുത്തിനെ തന്മയത്വത്തോടെ അടയാളപ്പെടുത്തുന്നു കല്യാണിയും ദാക്ഷായണിയും. വടക്കൻ ദേശത്തിലെ സദാചാര രാഷ്ട്രീയ ചരിത്രവും ഈ നോവലിൽ കാണാം. പാർട്ടി എന്നത് ദേശത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്, പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ നിലപാടുകൾ, കുടുംബകാര്യങ്ങളിൽ പാർട്ടിയുടെ ഇടപെടലുകൾ എന്നിവയെപ്പറ്റിയൊക്കെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ ഈ നോവലിലുണ്ട്. AKGയും സുബ്രഹ്മണ്യ ഷേണായിയും MV രാഘവനും ഗുരുവായൂർ സത്യാഗ്രഹവും തലശ്ശേരി കലാപവും ശൂരനാട് കലാപവും ബാബറി മസ്ജിദ് പൊളിച്ചതും ഉൾപ്പെടെ ചരിത്രത്തിലെ സംഭവ വികാസങ്ങൾ ഈ നോവലിൽ പരാമർശിക്കുന്നുണ്ട്. വടക്കൻ ഭാഷയിലെ വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും നിഘണ്ടുവാണ് ഈ നോവൽ. മലയാള സാഹിത്യത്തിന് അത്ര പരിചയമില്ലാത്ത പദങ്ങൾ ഈ കൃതിയിലുണ്ട്. എശല്, ഈറ്റ്യള്, കുരിപ്പേ, ഉയ്ശൻ്റപ്പ, ഐറ്റിങ്ങള് തുടങ്ങി നിരവധി വാക്കുകളും പ്രയോഗങ്ങളും സ്ത്രീ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും മുദ്രകളായി നോവലിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നാട്ടിൻപുറത്തെ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന നിരവധി തെറിവാക്കുകളും ഈ കൃതിയിൽ പ്രതിരോധത്തിൻ്റെ കരുത്തുറ്റ ഭാഷയായി നിലകൊള്ളുന്നു. അതിജീവനത്തിൻ്റെ വഴിയിൽ ഈ ചീത്തവാക്കുകൾക്ക് എത്രമാത്രം കരുത്തും സൗന്ദര്യവുമുണ്ടെന്ന് നോവലിസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നു. ഈ വാക്കുകൾ നോവലിലെ പെണ്ണുങ്ങളുടെ ആയുധമാണ്. ആണധികാരത്തെ പലപ്പോഴും നിഷ്പ്രഭമാക്കാൻ അവരെ സഹായിക്കുന്നത് ഈ വാക്കുകളാണ്. സമൂഹത്തിൻ്റെ നിയമങ്ങളെ മറികടക്കുന്ന കരളുറപ്പുള്ള പെണ്ണുങ്ങളുടെ കഥ പറയുന്ന ഈ കൃതി നോവലിൻ്റെ നിയമങ്ങളെയും തിരസ്കരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു. ഇതിൽ ആഖ്യാതാവ് കേവലമൊരു കാണിയായും പങ്കാളിയായും വിധികർത്താവായും സൂത്രധാരയായും പ്രത്യക്ഷപ്പെടുന്നു. ആഖ്യാനത്തിൻ്റെ വ്യത്യസ്തത നോവലിൻ്റെ സന്ദർഭങ്ങളെ ശക്തിപ്പെടുത്തുന്നു. പല എഴുത്തുകാരും അവതരിപ്പിക്കാൻ മടിക്കുന്ന ഒട്ടനേകം സ്ത്രീ അനുഭവ ലോകങ്ങളെ നിർഭയമായി മറനീക്കി കാണിക്കാൻ നോവലിസ്റ്റ് ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഇത്രയും ധീരമായ ഒരിടപെടൽ നടത്തിയ എഴുത്തുകാരി പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.